ആറന്മുളയിൽ മെഗാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ തുടങ്ങാനുള്ള ദുരൂഹ നീക്കവുമായി വീണ്ടും സർക്കാർ. ചീഫ് സെക്രട്ടറി തല യോഗം വേണ്ടെന്ന് തീരുമാനിച്ച പദ്ധതിയുടെ സാധ്യത തേടി IT സെക്രട്ടറി കളക്ടർക്ക് കത്ത് നൽകി. IT സെക്രട്ടറിയുടെ കത്തും മിനിറ്റ്സിന്റെ പകർപ്പും പുറത്തുവിട്ട് ന്യൂസ് മലയാളം. ബിഗ് ബ്രേക്കിംഗ്. ന്യൂസ് മലയാളം വാർത്തയിലൂടെ മാത്രമാണ് ഈ വിവരം അറിഞ്ഞതെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. ആറന്മുളയിലെ നെൽവയലുകൾക്കും പരിസ്ഥിതിക്കും ഭീഷണിയാകുന്ന നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും സർക്കാർ അംഗീകരിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ നീക്കം സംശയാസ്പദമാണെന്നും അന്വേഷണം വേണമെന്നും CPI നേതൃത്വവും ആവശ്യപ്പെട്ടു. ആറന്മുള കോഴഞ്ചേരി താലൂക്കിലെ 335 ഏക്കർ സ്ഥലത്ത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ തുടങ്ങാനുള്ള ടോഫൽ കമ്പനിയുടെ അപേക്ഷ തള്ളിക്കളയണമെന്ന സെക്രട്ടറി തല യോഗത്തിന്റെ മിനിറ്റ്സ് ആണിത്. യോഗം ചേർന്നത് ജൂൺ 10-ന്. കൃഷി, റവന്യൂ വകുപ്പുകളുടെ ശക്തമായ എതിർപ്പും ധന, നിയമ, വ്യവസായ, പരിസ്ഥിതി സെക്രട്ടറിമാരുടെ വിയോജിപ്പും കണക്കിലെടുത്താണ് പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തീരുമാനമെടുത്തത്. CPI മന്ത്രിമാരുടെ എതിർപ്പും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരുടെ നിലപാടും പദ്ധതി ഉപേക്ഷിക്കുന്നതിന് കാരണമാണ്. എന്നാൽ 20 ദിവസത്തിന് ശേഷം IT സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു പത്തനംതിട്ട കലക്ടർക്ക് അയച്ച കത്ത് കാണുക. ഏത് പദ്ധതിയാണോ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അതേ പദ്ധതിയുടെ സാധ്യത തേടിയാണ് IT സെക്രട്ടറി കലക്ടർക്ക് കത്തയച്ചിരിക്കുന്നത്. നിർദ്ദിഷ്ട ഭൂമിയുടെ സ്വഭാവം, അളവ് എന്നിവ നൽകണമെന്നാണ് നിർദ്ദേശം. പദ്ധതി പ്രദേശത്തിനെ സംബന്ധിച്ച മുഴുവൻ രേഖകളും ഫയലുകളും സർക്കാരിന് മുൻപിലുള്ളപ്പോഴാണ് IT സെക്രട്ടറിയുടെ തികച്ചും ദുരൂഹമായ നീക്കം. IT സെക്രട്ടറി ഇത്തരമൊരു കത്തെഴുതുമ്പോൾ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും സംശയമുന നീളുമെന്നാണ് ആക്ഷേപം. ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കൃഷിമന്ത്രിയുടെ പ്രതികരണമെത്തി. ഒരു കാരണവശാലും ആറന്മുളയിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തെയും അംഗീകരിക്കില്ലെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞത് ന്യൂസ് മലയാളം വാർത്തയിലൂടെയാണ്. IT സെക്രട്ടറിക്ക് പിന്നിൽ നിയമബാഹ്യ ശക്തികളാണോ എന്ന് അന്വേഷിക്കണമെന്നും മന്ത്രി. രാജ്യത്തിപ്പോൾ ഉദ്യോഗസ്ഥ ഭരണമല്ല. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും സെക്രട്ടറിമാരല്ലോ കേരളം ഭരിക്കുന്നത്. സെക്രട്ടറിമാർ ഞങ്ങളൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് അതിന് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. കേരളത്തിലൊരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമല്ല. അതിനെ അല്പം പോലും അംഗീകരിക്കുകയില്ല, വകവെച്ചു കൊടുക്കുകയുമില്ല. കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഏത് കാര്യവും നടപ്പിലാക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് ഇത്തരത്തിൽ വീണ്ടും ഇങ്ങനെ അന്വേഷണത്തിന് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവതരമായി പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ തീരുമാനമില്ലാതെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഇങ്ങനെയൊരു കത്തുണ്ടായത് സംശയാസ്പദമെന്ന് CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ. സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഒരു ഉറപ്പ് പറയുകയും അടിയിലൂടെ അതിന് വിരുദ്ധമായ ശ്രമം നടത്തുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പ്രതികരിച്ചു. സർക്കാരിന്റെ പ്രപ്പോസൽ പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നയം വ്യക്തമാക്കും. നെൽവയൽ നികത്തിയുള്ള ഒരു പദ്ധതിയെയും അംഗീകരിക്കില്ലെന്ന് ആറന്മുള സമരസമിതി പ്രസിഡന്റ് P. ഇന്ദുചൂടൻ. കുന്നുകൾ ഇടിച്ച് മണ്ണിട്ട് മൂടി പ്രകൃതിയുടെ ഒരു സാഹചര്യം നശിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഈ വരുന്ന പ്രസ്ഥാനങ്ങൾ കരഭൂമിയിൽ വരട്ടെ, അതിനെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ സമരം ശക്തമാക്കാനാണ് ആറന്മുള സമരസമിതിയുടെ തീരുമാനം. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുള്ള ഈ ദുരൂഹ നീക്കത്തിന് പിന്നിൽ ആരാണ്? കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചാൽ ഈ വിവാദ പദ്ധതിയിൽ ആർക്കാണ് ഇത്ര താല്പര്യം? VS ന്യൂസ് മലയാളം, തിരുവനന്തപുരം.